അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. ഖുദ് ബിഅയ്ദീനാ ഖല്ലത്ത് ഹീലത്തുനാ ദിരിക്നാ വആലി കുല്ലിൻ വസ്സഹാബത്തി അജ്മഈൻ. ഏറ്റവും സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, മാന്യശ്രോതാക്കളെ, അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ സംസാരത്തിലും മറ്റ് പ്രവർത്തനങ്ങളിലുമുള്ള എല്ലാ തകരാറുകളും പോരായ്മകളും വീഴ്ചകളും പരിപൂർണമായി പരിഹരിച്ചുകൊണ്ട് മുന്നേറാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, പലരോടും ഇടപഴകേണ്ട, പലരോടും സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാക്കുകളിലും സംസാരങ്ങളിലുമുള്ള തകരാറുകൾ അത് ചിലപ്പോൾ ദൂരവ്യാപകമായ പ്രശ്നങ്ങൾക്ക് തിരികൊളുത്താൻ കാരണമായിത്തീരും. ഒരു ചെറിയ നാപ്പിഴ വന്നു കഴിഞ്ഞാൽ ആളുകളുടെ വലിപ്പവും ഔന്നത്യവും അനുസരിച്ച് അത് വലിയ തകരാറായി വിലയിരുത്തപ്പെടുന്ന കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ചിലപ്പോൾ നമ്മുടെ നാവിനുണ്ടാകുന്ന ചില വൈകൃതങ്ങൾ കൊഞ്ഞുകൊണ്ടോ മറ്റു പ്രശ്നം കൊണ്ടോ ഒക്കെ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലായിരിക്കില്ല നമ്മുടെ സംസാരം വരിക. അങ്ങനെയുള്ള ജന്മനായോ അല്ലാതെയോ ഉള്ള വൈകൃതങ്ങളും വിക്ക് പോലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ നാവിൽ സ്ഥിരമായിട്ട് പുണ്ണ്, മറ്റ് തകരാറുകളൊക്കെയുള്ള ആളുകൾ, ഇങ്ങനെ നാവ് കൊണ്ടുണ്ടാകുന്ന എല്ലാ തകരാറുകളും പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരം എന്താണ്? ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, വിക്കടക്കമുള്ള തകരാറുകൾ എങ്ങനെയാണ് നമുക്ക് പരിഹരിക്കാൻ സാധിക്കുക? അതിനുള്ള പ്രതിവിധി എന്താണ് എന്നാണ് ഇന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. അത് മറ്റൊന്നുമല്ല, മുബ്ദി എന്ന ഇസ്മ്, മുബ്ദി എന്ന ഇസ്മ് എഴുതി അതിൽ 56 പ്രാവശ്യമാണ് എഴുതേണ്ടത്. 4000 പ്രാവശ്യം യാ മുബ്ദി എന്ന് അതേ ഇസ്മ് തന്നെ യാ വെച്ചുകൊണ്ട് അതിൽ മന്ത്രിച്ച് അതിൻ്റെ പ്രത്യേകമായ ദുആ ഉണ്ട്. ആ ദുആ 3 പ്രാവശ്യം ചൊല്ലി ഹൈക്കല്ലാക്കി ധരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിന് നമുക്ക് പരിപൂർണമായ പ്രതിവിധി അതോടുകൂടി ലഭിക്കുന്നതാണ്. നമ്മൾ ചെയ്യേണ്ടത് 56 പ്രാവശ്യം മുബ്ദി എന്നുള്ള ഇസ്മ എഴുതുകയും അതിൽ യാ മുബ്ദി എന്ന് 4000 പ്രാവശ്യം മന്ത്രിക്കുകയും അതിൻ്റെ പ്രത്യേകമായ മുബ്ദി എന്നുള്ളതിൻ്റെ പ്രത്യേകമായ ദുആ നാം ചൊല്ലുകയും ചെയ്യുക. ദുആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ അൻതൽ മുബ്ദിഉൽ മുഈദ് ബദഅത്തൽ ഖൽഖ വഔജദ്തുഹും അലാ ഗൈരി ശക്ലിൻ വലാ മിസാൽ സബക വലാ ദലീലിൻ വലാ തഅദാദ് അസ്അലുക അൻ തുഹഖിഖ അലൈഹിമാ أبدأت من أنوار الأسرار واللطائف الروحانية واخترعت تفاصيل اللطائف والكثائف الجسمانية وأخرجتها من العدم وجعلتها موجودات لم تحكم عليها بعد وجودها بالفناء وتعيدها على ما تشاء من أصناف العيادة الكائنة. أسألك نفوذ قدرتك على الإبداء بالتفاصيل حكمتك أن تبدي في قلبي لطائف أنوارك تشهد بها حقائق أسرارك وتعيدني إلى حظائر قدسك فأكون قربك وجوارك إنك أنت الله المبدي المعيد. وسخر لي خدام هذين الاسمين هيائيل وحسيائيل عليهم السلام يكونان عونا على أموري يا الله يا مبدئ يا معيد.
ഇതാണ് ദുആ. ആ ദുആവും കൂടി ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും. അല്ലാഹു തആല എല്ലാ വിഷയത്തിനും പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.